പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം 4ാം ദിവസവും നല്ല ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ലോക പ്രശസ്ത ഭാഗവതാചാര്യൻ സംപൂജ്യ സ്വാമി ഉദിത് ചൈതന്യജി ആചാര്യസ്ഥാനം അലങ്കരിക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ 4ാം ദിവസവും നല്ല ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ധന്വന്തരി അവതാരം, വാമന അവതാരം തുടങ്ങി ശ്രീകൃഷ്ണ അവതാരം വരെ പാരായണം ചെയ്തു. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടിനും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. സ്വാമിയെ ശരണമയ്യപ്പ. പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തുടങ്ങിയ സപ്താഹയജ്ഞം ഈ വർഷം വളരെ അത്ഭുതകരമായ ഒരു തിരക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന നരസിംഹാവതാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ദൃശ്യാവിഷ്കരണം നമ്മുടെ കേരളത്തിൽ തന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു 60 വർഷത്തോളമായി ഈ ക്ഷേത്രത്തിൽ സപ്താഹം നടത്തി വരുന്നു. പക്ഷേ ഒരു അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളും ഇന്ന് ശ്രീകൃഷ്ണാവതാരമാണ്, അതിൻ്റെ ദൃശ്യാവിഷ്കരണമുണ്ട്. നാളെ ഓരോ രുക്മിണി സ്വയംവരമുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഒരു വ്യത്യസ്തമായ ഒരു സപ്താഹമാണ് ഇന്ന് ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലുപരി രാവിലെ 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 8 മണി വരെ ഇവിടെ പ്രഭാഷണങ്ങളും പാരായണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 14 മണിക്കൂർ ശേഷമാണ് ഓരോ അമ്മമാരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതെന്നുള്ള കാര്യം കൂടി അറിയുകയാണ്. ഓരോ ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകുന്നേരം ചായ, ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഒരു 1000കണക്കിന് ആളുകളാണ് ഒരേ സമയത്ത് വേദിയിലിരുന്ന് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. വളരെ വരുന്ന ആളുകൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ പോകുന്നു. അവരുടെ കാഴ്ചകൾ കാരണം സപ്താഹത്തിലുപരി ഓരോ അവതരണങ്ങളും ഓരോ ദൃശ്യാവിഷ്കരണങ്ങളും വളരെ ആളുകൾക്ക് വളരെ കൗതുകവും വളരെ സന്തോഷവും ആത്മസംതൃപ്തി അടഞ്ഞാണ് പോകുന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയും ഈ ആളുകൾ, വരാത്ത ആളുകൾ ഒരു സമയം പോലും പാഴാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും സ്വാമിയുടെ വാക്കുകൾ കേൾക്കുവാൻ താല്പര്യപ്പെടുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. ഓഗസ്റ്റ് 18 ആരംഭിച്ച സപ്താഹ യജ്ഞം ഓഗസ്റ്റ് 25 സമാപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.